കൊടുക്കട്ടെ, കുറേ നാളായി. ഇവിടെ നമ്മളെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എന്തല്ലോ കണ്ടോ, ബോഗിയൊക്കെ കണ്ടോ? അതെന്താ ഒരു ഫുഡ് കോർട്ട് ആക്കുന്നുണ്ട്, ലൈക്ക് ഒറിജിനൽ ബോഗി വെച്ചിട്ട്. നേവൽ അക്കാഡമി ഡിഫൻസിൻ്റെ സൈഡിലേക്ക് കൂടി ഇങ്ങനെ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആഫ്റ്റർ 3 weeks ആണ് വണ്ടി എടുക്കുന്നത്. അവിടെ നാട്ടിലുണ്ടായിട്ടാണ്. ഇപ്പം 3 ആഴ്ചയ്ക്ക് ശേഷം വണ്ടി എടുക്കുമ്പം പ്രത്യേക സുഖം. ഒന്നാമത് സുഖമില്ല, പക്ഷെ എന്നാലും ചെറിയൊരു സ്പിന്ന് പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. വീട്ടിൽ വന്നിട്ട് വണ്ടി എടുക്കാണ്ടിരിക്കാനാവുന്നുമില്ല. ലൈക്ക് ആ ഒരു ഏർജ് ടു ടേക്ക്. അപ്പം ജസ്റ്റ് ചെറിയൊരു ഈവനിങ് പോയിട്ട് ഒരാഴ്ച അപ്പം അങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ എൻ്റെ മുന്നത്തെ ഒരു വീഡിയോ, ഞാൻ സൂപ്പർ ബൈക്സ് നമ്മുടെ ടീമിൽ എല്ലാവരും കൂടി റൈഡ് പോയതിൻ്റെ വീഡിയോ അത്യാവശ്യം കയറിന്. അപ്പോൾ അതിന് കുറേ ആൾക്കാർ പറയുന്നത് കൊള്ളാം, കണ്ടൻറ്റൊക്കെ കൊള്ളാം. പക്ഷെ അതൊക്കെ നമുക്ക് ഭയങ്കര ഇൻസ്പയറിങ് ആട്ടോ. കാണുമ്പോൾ ഒരാൾ റിവ്യൂ പറയുമ്പോൾ എന്തൊക്കെ ചേഞ്ചാണ് വരുത്തേണ്ടതല്ല, ബെറ്റർ ആക്കേണ്ടതെല്ലാം. ഇപ്പോൾ നമ്മൾ പോകുന്നത് രാമന്തളി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ ചെറിയൊരു സൺസെറ്റെല്ലാം കാണേണ്ട ഒരു സ്ഥലമുണ്ട്. അതായത് നമ്മുടെ നേവൽ ബേസിൻ്റെ ഇടയ്ക്കേ കൂടെയാണ്. നമ്മൾ നേവൽ ബേസിൻ്റെ ബോർഡറിലേ ഇങ്ങനെ പോകും, എന്നിട്ട് അവിടെ സൺസെറ്റും കണ്ടിട്ട് വരും. അതാണ് പ്ലാൻ. അടുത്ത കാഴ്ച വീട്ടിലിരുന്ന് മടുക്കുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് വരാമെന്ന് വെച്ചു. ബൈക്ക് ഓടിക്കുമ്പോൾ നല്ല സമാധാനം. സുഖമില്ല, എന്നാലും ബൈക്ക് ഓടിക്കുമ്പോൾ ഒരു ഫീൽ ഗുഡ്. ഇവിടെ നമ്മളെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എന്തല്ലോ കണ്ടോ, ബോഗിയൊക്കെ കണ്ടോ? അതെന്താ ഒരു ഫുഡ് കോർട്ട് ആക്കുന്നുണ്ട്, ലൈക്ക് ഒറിജിനൽ ബോഗി വെച്ചിട്ട് ഫുഡ് കോർട്ട് പോലെ എന്തോ സെറ്റപ്പ് ആക്കുന്നുണ്ട്. സംഭവം ലൈക്ക് ഡെവലപ്മെൻ്റ് ഉണ്ട് ഓരോ രീതിയിൽ. നൈസ് ടു സീ. ഓക്കെ, ഒന്ന് കൊടുക്കട്ടെ, കുറേ നാളായി. ഓ 3 weeksൻ്റെ ഒരു ഹോൾഡ് ഓൺ. എന്താ കളിച്ചപ്പോൾ? പഠിക്കുന്നതാണെന്ന് തോന്നുന്നു. ഇറ്റ്സ് ഓക്കെ, ലെറ്റ് ദം ലേൺ. എല്ലാവർക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, നമ്മളിവിടെയാണ്. ആ 3 weeksൻ്റെ ഒരാഴ്ച തന്നെ വണ്ടി എടുക്കാൻ നോക്കുമ്പം എന്താ പോലെ ഗൈസ്, ലൈക്ക് എന്തോ അറിയില്ല. ഓടിക്കാണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഇതാണ്, ഓടിക്കുമ്പോൾ ഒരു സുഖം. ഒന്ന് പോയിക്കോട്ടെ. ഇതാണ് പുഞ്ചക്കാടല്ലേ ഈശ്വര? ഇത് അതെന്തോ ഒന്ന് ഞാൻ ഇവിടുന്ന് റീലിട്ടുണ്ടായി, ചെറിയൊരു സംഭവം പറയുന്നത്. ആ റീലാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ പേഴ്സണലി ഏറ്റവും കൂടുതൽ റീച്ചായ റീല് ഇൻസ്റ്റയിൽ. ലൈഫ് ഇൻ 2 wheels സുഖം തന്നെയാണ്. വണ്ടി എടുത്തിട്ട് ഇറങ്ങുമ്പോൾ നല്ല കാറ്റും നല്ല ഡയറക്റ്റ്. ബൈക്കിൽ പോകുമ്പം ഇതിൽ പ്രത്യേകിച്ച് വെച്ചാൽ നമുക്കെല്ലാം ഇത് ഫീൽ ചെയ്ത് പോകാൻ പറ്റും. കാറ്റും മഴയും എല്ലാ സീസണിലും. പിന്നെ നമ്മൾ ബൈക്കിൽ പോകുമ്പം റോഡെല്ലാം റെസ്പെക്റ്റ് ചെയ്ത് ഓടിക്കുക വെച്ചാൽ. ഇടയ്ക്കിടയ്ക്കല്ലേ എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാവും, ഒരു കുഴപ്പമൊക്കെ ഉണ്ടാവും. എനക്കും ഉണ്ട് അത്. പക്ഷെ എന്നാലും മാക്സിമം keep up a good riding culture.
Yeah, brother. ഒന്നാമത് ക്ലൈമറ്റ് ചൂടുണ്ട്, പിന്നെ വണ്ടീൻ്റെ ചൂടും പഠിക്കാൻ തുടങ്ങി. അത്യാവശ്യം സ്പീഡ് ഉണ്ടാകുന്നതുകൊണ്ട് വണ്ടീൻ്റെ ചൂട് അത്ര വലിയ സീനില്ല. പിന്നെ ഞാനൊരു ട്രാക്ക് ഷൂട്ട് ഇട്ടിനെ, ചെറിയൊരു റൈഡായതുകൊണ്ട് അപ്പം അത്യാവശ്യം ഹീറ്റ് കയറും. ഇപ്പോൾ പോകുന്നത് വെച്ചാൽ ചെറിയൊരു വ്യൂ ലൈക്ക് ആ സൺസെറ്റ്, നേരത്തെ പറഞ്ഞൊരു സൺസെറ്റ് കാണാൻ വേണ്ടി പോകുന്നതാണ്. രാമന്തളി റൈറ്റ് എടുത്ത് ഇങ്ങനെ പോകണം. ഇവിടെ എവിടെയാണ് കറക്റ്റ് എനിക്കറിയില്ല, നോക്കട്ടെ. ഫണ്ട് പോയതാ. നല്ല കാറ്റും ആംബിയൻസൊക്കെ ഉള്ള സ്ഥലമാണ്. അത്ര ഒരു 5 minutes റൈഡേ ഇല്ലു. ശ്രീ ധർമ്മശാസ്ത്രം അങ്ങനെ എന്തോ ആണ്. പിള്ളേർ കളിക്കുന്നുണ്ടല്ലോ, എല്ലാവരും നോക്കണം. ഒരു രസം. പിള്ളേരെല്ലാം കളി നിർത്തി നോക്കുന്നുണ്ട് വണ്ടി ഏതാ നമുക്ക്. ഞാൻ പറഞ്ഞിട്ട് കേട്ടോ, നമ്മുടെ നേവൽ അക്കാഡമി ഡിഫൻസിൻ്റെ സൈഡിലേ കൂടി ഇങ്ങനെ റോഡില. ഏകദേശം കറക്റ്റ് സമയത്തിന് എത്തിയെന്ന് തോന്നുന്നു. ഇപ്പോൾ 6:20 അടുക്കായി. നല്ല സൺസെറ്റ് ഇട്ട് വരും. അത്യാവശ്യം ആൾക്കാരുണ്ടല്ലോ. ഈ സ്ഥലം ഫേമസ് ആയ ചാളിയുണ്ട്. താർ ഫ്രോക്സ്. കളറുണ്ടോ വെള്ളത്തിൻ്റെ ഒരു വയലറ്റ്, ഇത് റിഫ്ലക്ഷൻ അടിച്ചിട്ട്. അപ്പം ഗായ്സ് ജസ്റ്റ് ഒരു ഈവനിങ് റൈഡ് ഇറങ്ങിയാണ്, സ്മോൾ റൈഡ്. വീട്ടിൽ തന്നെ ഇരുന്ന് മടുത്തു, സുഖമില്ല. അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് നല്ലൊരു ദൂരത്തേക്ക് പോട്ടെ. അപ്പം വണ്ടി ഓടിക്കാണ്ട് നിന്നിട്ട് അപ്പം അങ്ങനെ ജസ്റ്റ് ഒരു നല്ല റോഡും വേണം, ഷോർട്ടും ആയിരിക്കണം, നല്ലൊരു ആംബിയൻസും വേണം എന്ന രീതിയിൽ ഇറങ്ങിയതാണ്. അപ്പോൾ ഇറങ്ങി അതുപോലെ കുറച്ച് ഇരുന്ന് സംസാരിച്ച് പിന്നെ നല്ലോണം ഇതിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക്. ഈ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയല്ലോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി പിന്നെയും കാണാം. അതുവരെക്കും ബൈ.